Yes, ladies and gentlemen. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൈയടിക്കാൻ അവസരം ഇതുവരെ കിട്ടിയില്ല. Yes, of course, it's right time to. നമുക്ക് നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി. നമ്മുടെ ശിവാസിനോ ഡാറ്റയ്ക്ക് വേണ്ടി നൽകുന്ന congratulations. ഒരു കൈയടി കൊടുത്തേ. ഒന്ന് താഴ്ന്നൊരു കൈയടി കൊടുത്തേ. നല്ലൊരു കൈയടി. Okay, നമ്മൾ കൈയടിക്കാനുള്ള എല്ലാവരുടെ കയ്യിൽ ഫോണാണ്. അപ്പോൾ അവർ കൈയടിക്കുന്ന ഓൾവേസ് എല്ലാവരും ഓക്കെ അവർ ഭയങ്കര പ്രാവശ്യമൊക്കെയാണ്. Anyway, all the best, my loving mother, my loving sister. Wish you all the best, wish you all the success, wish you all very wonderful, happy marriage. അപ്പോൾ നല്ലൊരു കൈയടി, നല്ലൊരു ഫോണെന്ന് പറയുന്നത് ഇരിക്കുന്ന ആൾക്കാർ കൈ ഫ്രീ ആയിട്ട് നല്ലൊരു കൈയിലുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ മിസ്റ്റർ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു കാര്യം എനിക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഷിയാസിന് പറയാനായിട്ടുണ്ട്. ഇത് എൻ്റെ റിവെഞ്ച് ആണ്, സ്വീറ്റ് റിവെഞ്ച് ആയിട്ട് എനിക്ക് കൂട്ടിയോ. മറ്റൊന്നുമല്ല, എന്റെ കല്യാണത്തിന് വന്നിട്ട് ആളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് പറഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ അല്ല, ആക്ച്വലി ടുഡേ യുവർ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് കാര്യം തിരിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് അന്ന് ആളെ നെർവസ് ആക്കാൻ ചെയ്യുന്നത്. കാരണം നേരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പറയുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. പക്ഷെ എക്സാക്ട്ലി ഇത് ഹാപ്പി ബർത്ത്ഡേ ശരിക്കും ഒരാൾ ഹാപ്പി ബർത്ത്ഡേ ആണ്. യെസ്, നമ്മുടെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. നല്ല സംഗീത ആൻഡ് ഒരു ബർത്ത്ഡേ സോങ് കൊടുത്ത് പേര് കൊടുക്കേ. ഒരു ബർത്ത്ഡേ സോങ് പോലെ മെനി ഹാപ്പി ഡേയ്സ് ഓഫ് ദി ഡേ. ടീച്ചർ ഒരു സർപ്രൈസ് ഗിഫ്റ്റോട് കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ് കൂടെ കൂടിയിട്ട് ഈ മൊമെന്റിൽ ഇവന്റിലേക്ക് യെസ് നല്ലൊരു കൈ കൊടുക്കാം. തീർച്ചയായിട്ടും ഏറ്റവും മെമ്മറബിളായ ഒരു മൊമെന്റ്സ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ വിവാഹ ദിവസം എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ലക്കി ഏറ്റവും ഭാഗ്യം ചെയ്യുന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ പ്രിയപ്പെട്ട ഷിയാസും ഏറ്റവും വലിയ ലക്കാണ്. താങ്ക് യു സോ മച്ച്.